നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബഹിരാകാശ ശാസ്ത്ര രംഗത്ത് വീണ്ടും ഒരു ഇന്ത്യൻ തിളക്കം കൂടി. പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും ഡോക്ടറുമായ അനിൽ മേനോൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തന്റെ 8 മാസം നീണ്ട ചരിത്ര ദൗത്യത്തിന് ഒരുങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ, അതായത് ജൂലൈ 14 കസാക്കിസ്ഥാനിലെ ബൈക്കോനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യയുടെ സോയൂസ് MS-29 ബഹിരാകാശ പേടകത്തിലാണ് അനിൽ മേനോൻ യാത്ര തിരിക്കുന്നത്. റഷ്യൻ കോസ്മോണറ്റുകളായ പ്യാറ്റർ ഡുബ്രോവ്, അന്ന കിക്കീന എന്നിവരും ഈ സുപ്രധാന ദൗത്യത്തിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകും. ദീർഘകാലത്തെ ബഹിരാകാശവാസം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള കടുത്ത പരീക്ഷണങ്ങളും ഭാവിയിലെ ചൊവ്വ ചന്ദ്ര ദൗത്യങ്ങൾക്ക് ആവശ്യമായ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനവുമാണ് ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മിനിയാപോളിസിൽ യുക്രൈൻ ഇന്ത്യ കുടിയേറ്റ ദമ്പതികളുടെ മകനായി ജനിച്ച 49-കാരനായ ഡോക്ടർ അനിൽ മേനോന്റെ ജീവിതം ഏതൊരു സിനിമയും വെല്ലുന്നതാണ്. എമർജൻസി മെഡിസിൻ ഫിസിഷ്യനായ അദ്ദേഹം US സ്പേസ് ഫോഴ്സിലെ കേണൽ കൂടിയാണ്. US ഫയർഫോഴ്സ് നടത്തിയ അഫ്ഗാനിസ്ഥാനിലെ മുൻനിര പോരാട്ടത്തിൽ പങ്കാളിയായിട്ടുള്ള അദ്ദേഹം നിരവധി ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. പണ്ട് റോട്ടറി അംബാസഡറായി ഇന്ത്യയിൽ വന്ന് പോളിയോ വാക്സിനേഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ചരിത്രവുമുണ്ട് ഈ മലയാളി വേരുകളുള്ള ശാസ്ത്രജ്ഞനെ. അനിൽ മേനോന്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ നിന്നും യുക്രൈനിൽ നിന്നും കുടിയേറിയവരാണ്. ഒറ്റപ്പാലം സ്വദേശിയാണ് അനിൽ മേനോന്റെ അച്ഛൻ ശങ്കരൻ മേനോൻ. പഠനത്തിനായി US-ലെത്തിയ അദ്ദേഹം പിന്നീട് യുക്രൈൻ സ്വദേശിനിയായ എലിസബത്ത് സാമോലോങ്കയെ വിവാഹം കഴിച്ചു. US-ലെ മിനിയോപോളിസിലാണ് അനിൽ മേനോന്റെ ജനനം. 2014 ഫ്ലൈറ്റ് സർജനായാണ് നാസയിൽ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിൽ ചേർന്ന് അനിൽ കമ്പനിയുടെ ഹ്യൂമൻ സ്പേസ് പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയും അവരുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രകൾക്ക് മെഡിക്കൽ നേതൃത്വം നൽകുകയും ചെയ്തു. സ്പേസ് എക്സിന്റെ സ്വപ്ന പ്രൊജക്റ്റായ സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ നിർമ്മാണത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. 2021 ഡിസംബറിലാണ് അദ്ദേഹം നാസയുടെ ഔദ്യോഗിക ബഹിരാകാശ യാത്രികനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. രസകരമായ മറ്റൊരു കാര്യം, ഇദ്ദേഹത്തിന്റെ ഭാര്യ അന്ന വിൽഹെമും പ്രശസ്തയായ ബഹിരാകാശ യാത്രികയാണ്. കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ സ്പേസ് എക്സ് വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തെ ഞെട്ടിച്ച പോളാരിസ് ഡോൺ എന്ന സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി അവർ യാത്ര ചെയ്തിരുന്നു. ഇപ്പോൾ ഭർത്താവും അതേ വഴിയിലൂടെ ചരിത്രത്തിലേക്ക് നടക്കുകയാണ്. ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥ മനുഷ്യന്റെ രക്തയോട്ടത്തെയും സിരകളുടെ ഘടനയെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്ന വിപുലമായ പരീക്ഷണങ്ങൾക്ക് മേനോൻ നേതൃത്വം നൽകും. വൈദ്യശാസ്ത്രം, പ്രതിരോധ മേഖല, മനുഷ്യ ബഹിരാകാശ യാത്ര എന്നിവയിൽ അദ്ദേഹം കരിയർ കെട്ടിപ്പടുത്തു. US എയർഫോഴ്സിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡത്തിന്റെ ഭാഗമായും അഫ്ഗാനിസ്ഥാനിൽ ജോലി ചെയ്തിട്ടുണ്ട്. എവറസ്റ്റിൽ പർവ്വതാരോഹകർക്ക് വൈദ്യസഹായം നൽകുന്ന ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പോളിയോ പ്രതിരോധ കുത്തിവയ്പ് പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഇന്ത്യയിൽ 1 വർഷം അദ്ദേഹം ചിലവഴിച്ചത്. കൂടാതെ ബഹിരാകാശ നിലയത്തിലെ കുടിവെള്ള സംവിധാനം ഉപയോഗിച്ച് IV ഫ്ലൂയിഡുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയും പരിശോധിക്കും. ഭാവിയിൽ മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും എത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ദീർഘദൂര ബഹിരാകാശ യാത്രകളിൽ ഈ സംവിധാനം വഴിത്തിരിവാകും. ഇതുകൂടാതെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്കും AI-ക്കും ആവശ്യമായ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകൾ ബഹിരാകാശത്തെ പ്രത്യേക സാഹചര്യത്തിൽ വെച്ച് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ഈ 8 മാസത്തിനിടെ നടക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെയും സഹായത്തോടെ ഭൂമിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സഹായമില്ലാതെ തന്നെ ബഹിരാകാശത്ത് അൾട്രാസൗണ്ട് പരിശോധനകൾ നടത്താൻ സഹായിക്കുന്ന വിദ്യകളും ഈ ദൗത്യത്തിലൂടെ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിലും ബഹിരാകാശ ഗവേഷണത്തിലും ഒരുപോലെ മുദ്ര പതിപ്പിച്ച ഈ 49-കാരന്റെ ദൗത്യത്തിനായി കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം. 2014 ഫ്ലൈറ്റ് സർജനായി നാസയിൽ ചേർന്ന അദ്ദേഹം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്കും പിന്തുണ നൽകിയിട്ടുണ്ട്. തുടർന്ന് 2018 ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിലേക്ക് മാറിയത്. കമ്പനിയുടെ മെഡിക്കൽ പ്രോഗ്രാം സ്ഥാപിക്കുന്നതിനും നേതൃത്വം നൽകിയത് അദ്ദേഹമാണ്. സ്പേസ് എക്സിന് ആദ്യത്തെ മനുഷ്യ സഹിത ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തയ്യാറെടുക്കുന്നതിലും അദ്ദേഹം പിന്തുണ നൽകി. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ഭാവി ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഹെവി ലിഫ്റ്റ് ലോഞ്ച് സംവിധാനമായ സ്റ്റാർഷിപ്പിന്റെ വികസനത്തിനും പിന്നിലും അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട്. 2021 ഡിസംബറിൽ നാസ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട മേനോൻ ഏജൻസിയുടെ 2 വർഷത്തെ ബഹിരാകാശ സഞ്ചാരി പരിശീലന പരിപാടി പൂർത്തിയാക്കിയ ശേഷമാണ് ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് നിയോഗിക്കപ്പെട്ടത്. ബഹിരാകാശ നിലയത്തിൽ താമസിക്കുന്ന കാലയളവിൽ ദീർഘകാല ബഹിരാകാശ യാത്രകൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഫലങ്ങൾ വിലയിരുത്തുന്നതിനുള്ള പരീക്ഷണങ്ങൾ അടക്കമുള്ളവ മേനോൻ നടത്തും.